ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷട്ടയും. നമ്മളിന്ന് കപ്പ കൊണ്ട് ഒരു അടിപൊളി തോരനാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ ഞാനൊരു ചെറിയ കഷ്ണം കപ്പക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ കൊത്തി അരിയുകയാണ് കേട്ടോ. നന്നായിട്ട് കൊത്തി ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട്. അത് ഒരു വലിയ കിഴങ്ങുണ്ട് കേട്ടോ, ഒരു 1/2 കിലോളം കാണും. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം അടച്ച് വയ്ക്കുക കേട്ടോ. അടച്ചു വെച്ച് നന്നായിട്ട് നല്ലൊരു തിള വരിക. ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് പോകണ്ട, കാര്യം നമ്മൾ തോരനാണല്ലോ വെക്കുന്നത്. ഒരു 1/4 വേവാകുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാവേ. അപ്പം നന്നായിട്ട് വേവുന്ന കപ്പ ഇങ്ങനെ തോരൻ ഉണ്ടാക്കാൻ കൊള്ളുകയില്ല. കുറച്ച് വേവുള്ള കപ്പ തോരൻ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അത് ഊറ്റി മാറ്റി വയ്ക്കുക. നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി, ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കുക. ചതച്ച് വെച്ചാൽ മതി. നമുക്ക് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ നാളികേരത്തിൻ്റെ അരപ്പ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ആ അരപ്പ് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഉഴുന്ന് പരിപ്പൊക്കെ ഇതിലിങ്ങനെ ഇട്ട് കൊടുത്താൽ ഈ കപ്പ തോരന് നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ അരപ്പിൻ്റെ മാറിയതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ ഊറ്റി വച്ചിരിക്കുന്ന കപ്പയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, എന്നാലും നമുക്ക് കുറച്ച് ഉപ്പോട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യമേ ഈ നാളികേരവും കപ്പയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഉപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തല്ലി പൊത്തി വയ്ക്കുക. കപ്പ നമ്മുടെ ഓൾറെഡി ഒരു 1/4 വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആവി വന്നാൽ മതി. ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് ആവി വരും. ആവി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ തോരൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പത്തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അതേപോലെ നല്ല മത്തി പീര വറ്റിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും കപ്പ കുഴച്ചും പുഴുങ്ങിയൊക്കെ കഴിച്ചിട്ടുള്ളവർ ഈ രീതിയിൽ കഴിച്ചിട്ടില്ലാത്തവരുന്നിട്ട് കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്. എൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ്. അമ്മ ഇങ്ങനെ കപ്പ തോരനുണ്ടാക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തോരനുണ്ടാക്കി. ഇതിൻ്റെ കൂടെ ഒരു പുളിങ്കറിയും കൂടെ ഉണ്ടെങ്കിൽ ചോറും മീൻ പീരയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കഴിച്ചു നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾ ചാനലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.